അന്താരാഷ്ട്ര വാർത്തകളുടെ സമയമായിരിക്കുന്നു. പി ജെയിംസ് അല്ലേ? അതെ, പി ജെയിംസ്, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ് സ്മിത. ഹായ്. അതെ, നമുക്ക് സാധാരണ ഒരു യുദ്ധത്തിൽ പണ്ട് കാലം മുതൽ നമ്മൾ ഈ ചെറുപ്പത്തിൽ കഥകളൊക്കെ വായിക്കുമ്പോൾ മുതലേ വെള്ളക്കൊടി കാണിച്ചു കഴിഞ്ഞാൽ യുദ്ധം നിർത്തണം എന്ന ഒരു ഇത് നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ ഇസ്രായേലിൽ ഇതൊന്നും നടക്കുന്നില്ലല്ലോ. എന്താണ് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ? ക്രിസ്റ്റീന, ഇത് യഥാർത്ഥത്തിൽ ഇസ്രായേൽ സർവത്ര യുദ്ധ നിയമങ്ങളും തെറ്റിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് അവർ അബദ്ധത്തിൽ ചെന്ന് പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഇസ്രായേൽ വടക്കൻ ഗസയിൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കെ തെക്കൻ ഗസയിലുമുണ്ട്, മധ്യ ഗസയിലൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും അവർക്ക് വലിയ അബദ്ധം കഴിഞ്ഞ 70 ദിവസത്തെ യുദ്ധത്തിനിടയിൽ സംഭവിച്ചത്, അവരാരെയാണോ രക്ഷിക്കാൻ പോയത് അവരെ തന്നെ കൊലപ്പെടുത്തുന്ന അവസ്ഥയിൽ ഇസ്രായേൽ സേന ചെന്നെത്തി. വെള്ളക്കൊടി കാണിച്ച് പുറത്തേക്ക് വന്ന ബന്ദികളായിട്ടുള്ള 3 ചെറുപ്പക്കാരെ നിഷ്കരുണം വെടിവെച്ച് കൊല്ലുകയായിരുന്നു ഇസ്രായേൽ സേന. അതിനെതിരെ ഇസ്രായേലിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത്. 10,000-കണക്കിന് ആൾക്കാരാണ് പ്രതിഷേധിച്ച് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വല്ലാത്തൊരു പ്രശ്നത്തിലും സമ്മർദ്ദത്തിലും പെട്ടിരിക്കുകയാണ്. അതിൽ ആ ദൃശ്യങ്ങൾ കുറിച്ച് പറയുന്നത്, ഈ വെള്ളക്കൊടിയുമായിട്ട് പ്രത്യേകിച്ചൊരു കമ്പിൽ കെട്ടി അവർ സറണ്ടർ ചെയ്യുന്നതിൻ്റെ ഇത് കാണിച്ചുകൊണ്ട് പുറത്തിറങ്ങിയപ്പോൾ അവർ ഷർട്ട് പോലും ധരിച്ചിരുന്നില്ല. ഒരു കെട്ടിടത്തിൽ നിന്നാണ് പുറത്തു വന്നത്. ഇസ്രായേൽ സേനയുടെ വ്യോമാക്രമണവും അതുപോലെ തന്നെ അവർ പിടിച്ചടക്കുന്ന ടാങ്കുകൾ ഉരുണ്ടു വന്നപ്പോൾ അവിടെയുള്ള ഹമാസിൻ്റെ ആൾക്കാരെയൊക്കെ ഒരുപക്ഷെ അവിടെ ഉപേക്ഷിച്ച് കാണണം. ഇവരല്ലെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതാകാം. എന്തായാലും അവർ പുറത്തേക്ക് വന്ന വഴിക്ക് തന്നെ 3 പേരിൽ 2 പേര് വെടിയേറ്റ് ഇസ്രായേൽ സൈനികന് തോന്നിക്കാണണം ഇവർ ഒരുപക്ഷെ ഭീകരവാദികളാണ്. അങ്ങനെ വെടിവെച്ചു, 2 പേർ കൊല്ലപ്പെട്ടു. 3-മത്തെ ആൾ പരിക്കുപറ്റി വീടിനുള്ളിലേക്ക് ഒരു വിധത്തിൽ പോയി. പക്ഷേ അദ്ദേഹം ഹീബ്രുവിൽ സംസാരിക്കുന്നത് കേട്ട് അവർ വെടി നിർത്തി. അപ്പോൾ അയാൾ പുറത്തേക്ക് വന്നു. അപ്പോൾ അതേ സൈനികൻ തന്നെ വീണ്ടും വെടിവെച്ച് കൊന്നു എന്നാണ് പറയുന്നത്. എന്തായാലും വല്ലാത്ത ഒരു യുദ്ധക്കുറ്റമാണ് വെള്ളക്കൊടി കാണിച്ചിട്ടും. ഇത് ഇസ്രായേലികൾക്കെതിരെ മാത്രമല്ല, അവിടെ ഇപ്പോൾ ഏതാണ്ട് 19,000-ഓളം ആൾക്കാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് 70 ദിവസം കൊണ്ട്. അപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം വല്ലാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് കുട്ടികൾ, 8,000-ലേറെ കുട്ടികളാണ് ഈ കൊല്ലപ്പെട്ട 19,000 പേരിൽ. 8,000-ലേറെ കുട്ടികളാണ്, 6,000-ഓളം സ്ത്രീകളാണ്. ഇപ്പോൾ 14,000 പേർ കൊല്ലപ്പെട്ടതും നിരപരാധികൾ, അവരൊന്നും യുദ്ധരംഗത്തുള്ളവരല്ല. ഹമാസിനെ തേടിപ്പോയി കൊല്ലുന്നത്, നിഷ്കരുണം കൊല്ലുന്നത് പാവപ്പെട്ട സ്ത്രീകളെയും കുട്ടികളുമാണ്. ഇപ്പോൾ ഈ മണിക്കൂറുകളിലും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ, അത് ജബാലിയ അഭയാർത്ഥി ക്യാമ്പിലാണ് അവർ ബോംബിട്ടത്. 15 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ പോരാട്ടം നടക്കുന്നത് തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിലാണ്. അവിടെയാണ് ഇവരുടെ സിൻവാർ എന്ന തലവൻ്റെ, ഈ ഹമാസിൻ്റെ തലവൻ്റെ വാസസ്ഥലമെന്ന് ഇസ്രായേൽ കരുതുന്നു. അവിടെ വല്ലാത്ത രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുകയാണ്. അവിടെയും ഒരുപാട് പേർ കൊല്ലപ്പെടുന്നുണ്ട്. അതിൻ്റെ വാർത്തകൾ പുറത്തു വന്നിട്ടില്ല. ഇനിയും സംഖ്യ പുറത്തു വരാനുണ്ട്. കാരണം ഗസയിലേക്ക് പലർക്കും കടക്കാൻ പറ്റുന്നില്ല. ഈ ഖാൻ യൂനിസിൽ മാധ്യമപ്രവർത്തനം നടത്തിയിരുന്ന അൽ ജസീറയുടെ ക്യാമറാമാൻ, അദ്ദേഹം കൊല്ലപ്പെട്ട വാർത്ത ഈ ദിവസങ്ങളിൽ ഇന്നലെ നമ്മൾ കേട്ടതാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ സംസ്കാരം അടുത്ത ദിവസങ്ങളിൽ ഖബറടക്കം നടക്കും. എന്തായാലും ഈ തരത്തിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം കൈവിട്ട രീതിയിലേക്ക് പോകുന്നു. വെടിനിർത്തൽ വേണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. അതിനിടയിൽ റഷ്യ, ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെ വലിയ സുഹൃത്താണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. റഷ്യ ഇപ്പോൾ നിലപാട് മാറ്റി രംഗത്ത് വന്നിരിക്കുന്നു. റഷ്യക്ക് മനസ്സിലായി ഇസ്രായേലിനെ പിന്തുണച്ചിട്ട് കാര്യമില്ല. ഉക്രൈൻ യുദ്ധത്തിൽ ഒറ്റപ്പെട്ടു പോയ റഷ്യ വീണ്ടും അവരുടെ പിന്തുണ വീണ്ടെടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഏറ്റവും നല്ലൊരു എക്സസൈസ് അറബ് ലോകത്തെ, അതുപോലെ ലോകമാകമാനമുള്ള 153 രാജ്യങ്ങളുടെ പിന്തുണ പാലസ്തീൻ ജനതയ്ക്കുണ്ട്. അപ്പോൾ 153 രാജ്യങ്ങളുടെയും പിന്തുണ നോക്കിക്കൊണ്ട് റഷ്യ ഇസ്രായേലിനെതിരെ നിലപാടെടുത്തിരിക്കുന്നു. യുദ്ധക്കുറ്റമാണ് ഇസ്രായേൽ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതെന്ന് മാത്രമല്ല, ഈ ഹമാസിൻ്റെ തുരങ്കങ്ങളിലേക്ക് പരീക്ഷണാർത്ഥം കടൽ വെള്ളം അടിച്ചു തുടങ്ങി. അത് വലിയ പൈപ്പിട്ട് കടലിൽ നിന്ന് ഈ തുരങ്കങ്ങളിലേക്ക് വെള്ളമടിച്ച് തുടങ്ങിയത് അത് യുദ്ധക്കുറ്റമാണെന്ന് റഷ്യ പറഞ്ഞിരിക്കുന്നു. എന്ന് മാത്രമല്ല, റഷ്യ ഇങ്ങോട്ട് പാലസ്തീൻ അനുകൂലമായിട്ട് നിലപാട് മാറ്റുന്നു എന്ന തരത്തിലാണ് നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രോക്സി വാർ. അമേരിക്ക ഇസ്രായേലിന് പിന്തുണയുമായിട്ടുണ്ട്. പല കാര്യങ്ങളിലും അമേരിക്ക വിയോജിക്കുന്നുണ്ടെങ്കിലും സഖ്യകക്ഷി എന്ന നിലയിൽ ഇസ്രായേലിനെ കൈവിടുന്നില്ല. പക്ഷെ മറുഭാഗത്ത് ഇസ്രായേലിനോടുള്ള സൗഹൃദം വേണ്ടെന്ന് വെച്ച് റഷ്യ
ചേരി മാറുകയാണ്. ഉക്രൈൻ യുദ്ധത്തിലും ഇത് പിന്തുണയാവുമെന്ന് റഷ്യ പ്രതീക്ഷിക്കുന്നു. സ്വാഭാവികമായിട്ട് ഇതൊരു പ്രോക്സി വാറായിട്ട് മാറാനുള്ള സാധ്യത കൂടിയുണ്ട്. സ്മിത, ക്രിസ്റ്റീന. ജെയിംസ് സാർ, അതോടൊപ്പം തന്നെ ഈ യുദ്ധം ഇങ്ങനെ തുടർന്നു പോകുമ്പോൾ ചെങ്കടലിലൂടെയുള്ള ചരക്ക് നീക്കം അത് പൂർണ്ണമായും സ്തംഭിക്കുന്ന ഒരു തരത്തിലേക്ക് പോകുന്നു. സംഘർഷം രൂക്ഷമാകുന്നു. ഹൂത്തികൾ അയച്ച ഡ്രോൺ ഇപ്പോൾ US യുദ്ധ കപ്പലുകൾ വെടിവെച്ചിട്ടു എന്ന വാർത്തയും വരുന്നു. സ്മിത, ഈ ചെങ്കടൽ ഒരുപക്ഷെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ മറ്റൊരു മേഖലയായി മാറിയിരിക്കുന്നു. അവിടെ യമനിൽ നിന്നുള്ള ഹൂതി വിമതർ അവർ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ച് അവർ യുദ്ധരംഗത്ത് സജീവമായിട്ട് വരികയാണ്. അവരുടെ ആയിരക്കണക്കിന് ആൾക്കാർ ഇവർക്ക് പിന്തുണയുമായിട്ട് എത്തിയത് മാത്രമല്ല, അവർ ഇസ്രായേലിൻ്റെ അതിർത്തിയിൽ നിന്ന് ഡ്രോണുകൾ അയക്കുന്നുണ്ട്, റോക്കറ്റുകൾ അയക്കുന്നുണ്ട്. ഹൂതികൾ ചെങ്കടലിലെ കപ്പലുകൾ ലക്ഷ്യം വെച്ച് അവർ ഞങ്ങൾ ആക്രമിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഏതായാലും ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ തന്നെ 14 ഡ്രോണുകൾ അമേരിക്കയുടെ ഡിസ്ട്രോയർ യുദ്ധക്കപ്പൽ വെടിവെച്ചിട്ടു എന്ന് മാത്രമല്ല, ലോകത്തിലെ 5 പ്രധാന ഷിപ്പിംഗ് കമ്പനികൾ, കപ്പൽ കമ്പനികളാണുള്ളത്. അതിൽ 4ഉം ചെങ്കടലിലൂടെയുള്ള യാത്ര നിർത്തിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് 100 കണക്കിന് കപ്പലുകൾ യാത്ര നിർത്തിയിരിക്കുന്നത് ലോക തരത്തിലുള്ള ട്രേഡിനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഹൂതികൾ പറയുന്ന ഇസ്രായേലുമായിട്ട് ബന്ധമുള്ള ഏത് കപ്പൽ പോയാലും ഞങ്ങളത് ആക്രമിക്കുക അല്ലെങ്കിൽ പിടിച്ചടക്കം. ഹൂതികൾ ഒരു കപ്പൽ, ഇസ്രായേൽ ബന്ധമുള്ള ഒരു കപ്പൽ തട്ടിക്കൊണ്ടുപോയി യമനിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അതിൽ 25 ജീവനക്കാർ, ക്യാപ്റ്റൻ അടക്കം ബന്ദികളായിരിക്കുകയാണ്. അപ്പോൾ ആ തരത്തിൽ ചെങ്കടലും ഒരു യുദ്ധമേഖലയായി മാറിയിരിക്കുന്നു. ഒപ്പം തന്നെ ലെബനനിൽ ഹെസ്ബുള്ള റോക്കറ്റുകൾ അയച്ചിരുന്നു നോർത്തേൺ ഇസ്രായേലിലേക്ക്. പകരം ഇസ്രായേൽ 30 തവണയാണ് അവിടെ ഹെസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയത്. ഇതിനെതിരെ അമേരിക്ക രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ഗസയിൽ നടക്കുന്ന യുദ്ധം ഇനി കൂടുതൽ സ്ഥലങ്ങളിലേക്ക്, ലെബനിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കരുത് എന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇസ്രായേൽ ഇതൊന്നും കേൾക്കുന്നില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏത് വിധേനയും ഹമാസിനെ ഞങ്ങൾ നശിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ടാണ് ഈ കടൽ വെള്ളമൊക്കെ അടിച്ചു കയറ്റുന്നത്. ഒരുപക്ഷെ അവിടെ വാസയോഗ്യമല്ലാതായി തീരുന്ന അവസ്ഥ കൂടിയുണ്ട്. ഐക്യരാഷ്ട്രസഭ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. ഐക്യരാഷ്ട്രസഭ പറയുന്നതനുസരിച്ച് അവിടെ വംശഹത്യ നടക്കുന്ന അവസ്ഥയാണ്. എന്ന് മാത്രമല്ല, 23 ലക്ഷം പേരാണ് ഗസയിലുള്ളത്. അതിൽ 20 ലക്ഷം പേർക്കും വീട് വിട്ട് ഓടേണ്ടി വന്നു എന്ന് പറയുമ്പോൾ യുദ്ധത്തിൻ്റെ ഭയാനകത നമുക്ക് മനസ്സിലാവും. സ്മിത, ശരി. പിപി ജെയിംസ്, ഈ കുവൈത്ത് അമീർ അന്തരിച്ചു എന്ന വാർത്ത ഇന്നലെ വന്നു. 2020 അദ്ദേഹം അമീറായത്. മാത്രവുമല്ല, അനധികൃത കുടിയേറ്റക്കാരോട് ഒരുപാട് കാരുണ്യം കാണിച്ചിരുന്ന വ്യക്തി കൂടിയാണ്. ഓർത്തെടുക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്റ്റീന, ഈ കുവൈറ്റ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അത്താണിയാണ്. കുവൈറ്റിൽ ലക്ഷക്കണക്കിന് മലയാളികളുണ്ട്. എന്ന് മാത്രമല്ല, കുവൈറ്റിലെ ഇപ്പം അന്തരിച്ച അമീർ ഷെയ്ഖ് നവാബ്, അദ്ദേഹം വലിയ കാരുണ്യവാനായിട്ടുള്ള അമീറായിരുന്നു, ഭരണത്തലവനായിരുന്നു. അദ്ദേഹം നേരത്തെ ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചപ്പോൾ 1990 ആക്രമണം നടന്നത്. അന്ന് കുവൈറ്റിൻ്റെ പ്രതിരോധ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് നേരത്തെ ഇതിൻ്റെ തലപ്പത്തുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അമീറായിരുന്ന നവാബ്, ഷെയ്ഖ് നവാബ് അൽ ജാബർ അൽ അഹമ്മദ്, അദ്ദേഹം വലിയ രീതിയിൽ അനധികൃതരായിട്ടുള്ള കുടിയേറ്റക്കാർ മുഴുവൻ ജയിലിലും മറ്റു രീതിയിലൊക്കെ ബുദ്ധിമുട്ടുമ്പോൾ അവരെയൊക്കെ മോചിപ്പിക്കുകയും ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുകയും ചെയ്ത ആളാണ്. ഒരു കാര്യം കൂടി ക്രിസ്റ്റീൻ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. 48 ലക്ഷം പേരാണ് കുവൈറ്റിലുള്ളത്. അതിൽ 34 ലക്ഷം പേരും ഇന്ത്യക്കാരടക്കമുള്ള വിദേശ ജോലിക്കാരാണ് എന്ന് അറിയുമ്പോൾ കുവൈറ്റ് നമുക്കൊക്കെ അറിയാം, അമേരിക്കയുടെ താവളമാണ്, അമേരിക്കയുടെ സഖ്യകക്ഷിയാണ്. കുവൈറ്റിനെ ഇറാഖിൽ നിന്ന് രക്ഷിച്ചത് അമേരിക്കയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ നിൽക്കുമ്പോൾ തന്നെ പുതിയ ആൾ വരുന്നു. കുവൈറ്റിൻ്റെ അമീറായിട്ട് അന്തരിച്ച അമീറിൻ്റെ അർദ്ധ സഹോദരനാണ് വരുന്നത്. ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹാണ് പുതിയ അമീറായിട്ട് വരുന്നത്. സ്വാഭാവികമായിട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷ നൽകുന്ന അമീറാണ് കുവൈറ്റിൽ സ്ഥാനലബ്ധിയിൽ എത്തുന്നത് എന്നാണ് നമ്മൾ അറിയുന്നത്. ക്രിസ്റ്റീന, സ്മിത. ജെയിംസ്, 2 കാര്യങ്ങളാണ്. ലണ്ടനിലെ സാമ്പത്തിക കുറ്റത്തിന് കർദിനാൾ പെച്ചുവിനെ 5.5 വർഷം തടവിന് ശിക്ഷിച്ചു വത്തിക്കാൻ കോടതി എന്നുള്ള വാർത്തയും, അതോടൊപ്പം തന്നെ ഒരു സന്തോഷകരമായ വാർത്ത, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിറന്നാളാണ്, 87 വയസ്സ് തികയുന്നു. സ്മിത, ഒരു പക്ഷേ ഈ വത്തിക്കാൻ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാണ്. 106 ഏക്കറേ ഉള്ളൂ വത്തിക്കാൻ എന്ന രാജ്യം. റോമിനുള്ളിലെ ഒരു രാജ്യമാണ്.
പക്ഷേ അതിന് കിട്ടുന്നൊരു പ്രാധാന്യം 140 കോടിയോളം വരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള കത്തോലിക്ക സഭയുടെ അധിപനാണ് ആ വത്തിക്കാൻ എന്ന രാജ്യത്തിൻ്റെ തലവൻ എന്നുള്ളതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അറിയപ്പെടുന്നത് ലോകത്തിൻ്റെ മനസാക്ഷി എന്ന പേരിലാണ്. കാരണം അദ്ദേഹം ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറം പാവപ്പെട്ടവർക്ക് വേണ്ടി നിലപാടെടുക്കുന്ന, അഭയാർത്ഥികൾക്ക് വേണ്ടി നിലപാടെടുക്കുന്ന ഒരു മാർപ്പാപ്പ എന്ന നിലയിലാണ് ലോകത്ത് മുഴുവൻ അദ്ദേഹം ആരാധിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന് ഇന്ന് 87 വയസ്സ് തികയുന്നു. ഒരുപക്ഷെ ഒരു വ്യക്തിക്ക് ഒരു വയസ്സ് തികയുന്നു എന്നതിനേക്കാൾ കൂടുതൽ മാർപ്പാപ്പ ഈ പ്രത്യേകിച്ച് ഭൂമിയുടെ നിലനിൽപ്പ് സംബന്ധിച്ചുള്ള പരിസ്ഥിതി കാര്യങ്ങളിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്ന ആളാണ്. എന്ന് മാത്രമല്ല, യൂറോപ്പിലേക്ക് ഈ ലക്ഷക്കണക്കിന് മുസ്ലിം അഭയാർത്ഥികൾ ഗതിയില്ലാതെ വന്ന സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ വാതിലുകൾ കൊട്ടിയടയ്ക്കാൻ പോയപ്പോൾ അരുതേ, ഇവരൊക്കെ മനുഷ്യരാണ്, ഇവരെ അങ്ങോട്ട് കയറ്റണം എന്ന് പറഞ്ഞൊരു മാർപ്പാപ്പയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ബെർഗോളിയോ എന്നായിരുന്നു. അർജന്റീനയിലെ കാർഡിനലായിരുന്നു. ആ സ്ഥാനത്ത് നിന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന പേരിൽ അദ്ദേഹം സ്ഥാനമേറ്റത്. അതിനു മുമ്പ് ബെനഡിക്ട് 16 മാർപ്പാപ്പ. അദ്ദേഹം അപൂർവമായിട്ട് വിരമിച്ചു. സാധാരണ മാർപ്പാപ്പമാർ വിരമിക്കാറില്ല. പക്ഷേ അദ്ദേഹം വിരമിച്ചപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. പാവങ്ങളുടെ മാർപ്പാപ്പ എന്നാണ് അറിയപ്പെടുന്നത്. സാധാരണ ഇറ്റലിയിൽ നിന്നാണ് മാർപ്പാപ്പമാർ തിരഞ്ഞെടുക്കപ്പെടാറുള്ളത്. അപ്പോൾ ഈ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ തന്നെ അദ്ദേഹം ഇങ്ങനെയൊക്കെ കാരുണ്യവാനാണെങ്കിലും തെറ്റ് കാണിക്കുന്നവർക്കെതിരെ ശിക്ഷ കൊടുക്കുന്നതിൽ ഒരു തരത്തിലുള്ള ഇതും കാണിക്കാറില്ല. അദ്ദേഹത്തിന് പ്രിയപ്പെട്ട കർദിനാളായിരുന്ന പെച്ചു, അദ്ദേഹം ലണ്ടനുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടിൽ പിടിക്കപ്പെട്ടിരുന്ന അദ്ദേഹത്തെ കർദിനാൾ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു. ഇപ്പോൾ വത്തിക്കാൻ കോടതി അദ്ദേഹത്തെ 5.5 വർഷത്തെ തടവിന് ശിക്ഷിച്ചു എന്ന വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ വരുന്നത്. മാർപ്പാപ്പ വളരെ ആ കാര്യത്തിൽ ഒരു തരത്തിലും രക്ഷിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് തന്നെ ഒരു നീതിമാനായിട്ട് അദ്ദേഹം അറിയപ്പെടുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഒരു കാര്യം കൂടി ഉള്ളത്, സാധാരണ മാർപ്പാപ്പമാരെ കഴിഞ്ഞ 100 വർഷത്തിലേറെയായിട്ടും അതിനു മുമ്പൊക്കെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് അടക്കം ചെയ്യാറ് അവരന്തരിച്ചാൽ, കാലം ചെയ്താൽ. പക്ഷേ ഈ മാർപ്പാപ്പ തൻ്റെ ഹൃദയം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിക്കുന്നത് വെളിപ്പെടുത്തിയിരിക്കുന്നു. എനിക്ക് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ എന്നെ അടക്കേണ്ട കാര്യമില്ല, എതിർപ്പൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ഒരു മദർ മേരിയുടെ ഭക്തനാണ്. അപ്പോൾ മാതാവിൻ്റെ സെൻറ്റ് മേരീസിൻ്റെ പേരിലുള്ള റോമിലെ ഒരു ബസിലിക്കയിൽ അല്ലെങ്കിൽ അവിടുത്തെ പള്ളിയിൽ അടക്കണമെന്നാണ് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട്. വീൽ ചെയറിലാണ് യാത്ര ചെയ്യുന്നത്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പലതവണ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി. അപ്പോൾ പ്രത്യേകിച്ച് ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുമ്പോഴും വളരെ ശക്തമായ ഭാഷയിൽ ഇസ്രായേലിനോട് യുദ്ധം നിർത്തണം, ഈ ചെയ്യുന്നത് കൂട്ടക്കുരുതിയാണ് എന്ന് പറഞ്ഞൊരു മാർപ്പാപ്പ കൂടിയാണ്. അപ്പം അതിന് യഹൂദനെന്നോ ഇസ്ലാമെന്നോ ക്രിസ്ത്യാനിയെന്നോ നോക്കാതെ ഒരുപക്ഷെ നിലപാടെടുക്കുന്ന ഒരു മാർപ്പാപ്പ എന്ന നിലയിലായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുക. സ്മിത, ക്രിസ്റ്റീന. താങ്ക് യു ജെയിംസ് സാറേ. മാർപ്പാപ്പയ്ക്ക് അത് ആശംസകൾ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പം പി ജെയിംസ് പറഞ്ഞതുപോലെ തന്നെയാണ്, ശക്തമായ നിലപാടുകൾ എടുക്കുന്നു ഓരോ കാര്യത്തിലും. ഇപ്പോൾ അദ്ദേഹം പറയുന്നു തന്നെ പരമ്പരാഗതമായ രീതിയിൽ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ അടക്കരുത് എന്നൊരു കാര്യവും അദ്ദേഹം തുറന്നു പറയുന്നു. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.